بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحابه وأتباعه وأنصاره وأعوانه وعلى مشايخنا وأساتذتنا ومصنفي كتبنا وعلينا وعلى ذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا وأدبا، رب تمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق إنما الأعمال بالنيات والعاقبة للمتقين. إني التاسع والعاشر والحادي عشر റുക്കിനിൽ 9, 10, 11 ഇത് മൂന്നും കൂടി അത്തശഹുദു, പിന്നെ വഖുഊദുഹു, തശഹുദും അതിൻ്റെ ഇരുത്തവും, വസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു തആല അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചെല്ലലും. അപ്പം ഇങ്ങനെ 3 എണ്ണം. അവിടെ അത്തശഹുദ് സുമ്മിയ ബിഹി മിൻ ബാബി, ഈ അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു എന്നാണല്ലോ തശഹുദ് എന്ന് പറയുന്നത്. അപ്പം അതിന് തശഹുദ് എന്ന് പേരിടാൻ കാരണം മിൻ ബാബി ഇത്ലാഖിൽ ജുസ് അലൽ കുല്ലീന, ജുസിന്റെ പേരെന്തിന് കുല്ലിന് പറഞ്ഞു. ജുസ് അതാ ഹുവ ഷഹാദത്താനി, അതിന്റെ അവസാനം ഷഹാദത്തുണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് അവസാനം ഷഹാദത്തുണ്ട്. അപ്പൊ അത് ജുസ്, അതിന് കുല്ലിന്റെ, അങ്ങനെ തശഹുദ് എന്ന് പേര് വന്നു. വഖുഊദുഹു, അതിനു വേണ്ടിയുള്ള ഇരുത്തവും, വസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദഹു, തശഹുദിന്റെ ശേഷം സലാത്ത് ചെല്ലുക, കമായത്തി ശേഷം വരും പോലെ, ശേഷമാണ് വേണ്ടത് എന്നുള്ളത് ശേഷം വരുന്നുണ്ട്. പിന്നെ വഖുഊദുഹ എന്ന പോലെ ആ സലാത്തിന് വേണ്ടിയുള്ള ഖുഊദും അതും റുക്നാണ്. അപ്പൊ 11 സലാത്താണെങ്കിൽ ഇത് 12 ആവൂലേ. പിന്നെ അതിന് പറയാ വസയത്തി അന്ന ഖുഊദ തസ്ലീമത്തിൽ ഊല റുക്നുൻ അയ്ളൻ. പിന്നെ അപ്പൊ ഒന്നാമത്തെ എന്താണ് തസ്ലീമത്തിന്റെ ആ ഇരുത്തുണ്ടല്ലോ, ഒന്നാമത്തെ സലാം വീട്ടുന്നതിന് വേണ്ടിയുള്ള ഇരുത്തം, അതും റുക്കിനാണ്. അപ്പൊ ഇതെന്താ വേറെ വേറെ എണ്ണാഞ്ഞത് 3 റുക്കിനാക്കണ്ടേ അപ്പൊ ഈ ഖുഊദ്? അത് ഷെർവാനി പറയുന്നുണ്ട് അവിടെ എന്ത് അങ്ങനെ 3 ആക്കാഞ്ഞത് വലിയ ഫസലൊന്നും ഇല്ലല്ലോ, ഒരേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് ചെയ്യുന്ന 3 കാര്യല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താക്കി ആ തശഹുദിന്റെ ഖുഊദ് എന്ന് പറഞ്ഞത് ഇതെല്ലാം കൂടി പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു റുക്കനാക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. ഫത്തശഹുദു വ ഖുഊദുഹു, അപ്പൊ ഈ തശഹുദും അതിന്റെ ഖുഊദും ഇൻ അഖബഹുമാ സലാമുൻ ഫറുക്നാനി വഇല്ലാ ഫസുന്നത്താനി. തശഹുദ് എന്ന് പറഞ്ഞത് അവസാനത്തതല്ലേ റുക്കനാകുന്നത്. അപ്പൊ നേരത്തെ എന്താണ് അത്തശഹുദു വ ഖുഊദുഹു എന്നേ മത്തനിൽ പറഞ്ഞിട്ടുള്ളൂ, ഏത് തശഹുദ് എന്ന് പറഞ്ഞിട്ടില്ല. അതാ പറഞ്ഞ ആ തശഹുദ് അതിന്റെ ഖുഊദും പിന്നെ അഖബഹുമ രണ്ടിന്റെ ഉടനെ വരുന്നുണ്ടെങ്കിൽ, സലാമുൻ സലാമ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫറുക്നാനി, അത് രണ്ടും റുക്നാണ് എന്നാണ്. ഇല്ല അങ്ങനെ വരുന്നില്ല ഫറുക്നാനി ലിൽ ഖബരി സഹീഹി അൽ മുസർരിഹി ബിൽ അംരി ബിഹി ബി ഖൗലിഹി. അത് സഹിഹായ ഹദീസ് ഉണ്ട്, ആ ഹദീസ് സരീഹാക്കുന്നു, വ്യക്തമാക്കുന്നു. ബിൽ അംരി, അമ്ര സരീഹാക്കി, ബിഹി എന്തുകൊണ്ടുള്ള അമ്ര, ആ തശഹുദ് വേണം എന്ന കൽപ്പന. അപ്പൊ ബിഹി എന്ന് പറഞ്ഞാൽ തശഹുദ് കൊണ്ടുള്ള കൽപ്പന കൊണ്ട് സരീഹാക്കിയിട്ടുണ്ട്. ആ കൽപ്പന കൊണ്ടുള്ള തസ്രീഹ് എങ്ങനെ ബി ഖൗലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൊണ്ട് സരീഹാക്കിയിട്ടുണ്ട്. ഖൂലു അത്തഹിയ്യാത്തു ലില്ലാഹി ഇലാ ആഖിരിഹി. അപ്പൊ അവിടെ ഖൂലു എന്ന് പറഞ്ഞപ്പോ ഇത് റുക്കനാന്ന് വന്നുന്നാ. വബിഅന്നഹു ഫുരിള ബഅദ അല്ലം യകുൻ, പിന്നെ അതിനും പുറമെ ഈ തശഹുദ് ഫർളായത് എന്തിന് ശേഷ? അത്
അൽ മുസർരിഹി ബിൽ അംരി ബിഹി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ ബിൽ അംരി എന്നുള്ളതിന്റെ മേലെ അത്ഫ. അപ്പൊ എന്താവും? ആ ഹദീസ് സരീഹാക്കുന്നുണ്ട്, ഇത് ഫർള് അല്ലാതിരുന്നതിന് ശേഷം ഫർളാക്കപ്പെട്ടതാണ്. ബിഅന്നഹു തശഹുദ് ഫർളാക്കപ്പെട്ടു ബഅദ അല്ലം യകുന്നത്, മുമ്പുണ്ടായിരുന്നില്ല, പിന്നീടാണ്. അപ്പൊ ആദ്യം അങ്ങനെ എന്തില്ല, നിസ്കാരത്തിൽ തശഹുദില്ല, പിന്നീട് ഫർളായിന്ന് ഫുരിള, അതെന്നെ സരീഹായിട്ടുണ്ട്. അപ്പൊ ഫുരിളാന്നാവുമ്പോ എന്താവും? അത് റുക്നാണെന്ന് വരുമല്ലോ എന്നാ. പിന്നെ വൈദാ സബത്ത ഉജൂബുഹു വജബ ഖുഊദുഹു, തശഹുദ് വാജിബായാൽ എന്താകണം? അതിന്റെ ഇരുത്തവും വാജിബാകണം, അങ്ങനെയല്ലേ? പിന്നെ ബിത്തിഫാഖി മന്ന ഉജബഹു, അതിന്റെ ഖുഊദ് വാജിബാണ് എന്നുള്ളത് ആ തശഹുദ് വാജിബാക്കിയവരുടെ ഇത്തിഫാഖാണ്, അതിൽ എതിർപ്പില്ല, അതിൽ ഖിലാഫില്ല. വയില്ല യഅഖുബുഹുമാ സലാമുൻ എന്ന സലാം ഉടനെ വരുന്നില്ലെങ്കിൽ ഫസുന്നത്താനി, അപ്പൊ ഈ തശഹുദ് ഇരുത്തവും സുന്നത്താണ്. കാരണം എന്തുകൊണ്ട്? അല്ലി ജബരിഹിമാ ബിസ്സുജൂദി ഫി ഖബരി സഹീഹൈൻ, അത് രണ്ടും പരിഹരിക്കപ്പെടും, സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് വന്നിട്ടുണ്ട്. ഫി ഖബരി സഹീഹൈൻ, സഹീഹൈന്റെ ഹദീസില് ഇത് രണ്ടും സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് വന്നിട്ടുണ്ട്. വറുക്കുനു ലാ യുജ്ബറു ബിഹി, റുക്കിനാണെങ്കിൽ അത് പരിഹരിക്കപ്പെടൂലല്ലോ, അപ്പൊ സുന്നത്താന്ന് മനസ്സിലായി. പിന്നെ വകൈഫ ഖഅദ ഫി തശഹുദൈനി വഗൈരിഹിമാ കജിൽസത്തിൽ ഇസ്തിറാഹത്തി വബൈന സജ്ദത്തൈനി വലിമുതാബഅത്തിൽ ഇമാമി ജാസ ഇജ്മാഅൻ. രണ്ട് തശഹുദിലും അവിടെ എങ്ങനെ ഇരുന്നാലും ജാസാനാ. വഗൈരിഹിമാ, രണ്ട് തശഹുദിന്റെ ഇരുത്തവും അതല്ലാത്തതിലും, അല്ലാത്തതുപോലെയൊക്കെ ജിൽസത്തിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പറഞ്ഞല്ലോ, രണ്ടാമത്തെ സുജൂദിന്ന് നേരെ എഴുന്നേറ്റ് വരുമ്പോഴുള്ളൊരു ഹഫീഫായ ഇരുത്തം. പിന്നെ രണ്ട് സുജൂദിന്റെ ഇടയിലിരുത്തം ബൈന സജിദത്തൈനി. അപ്പോ പിന്നെ വലി മുതാബഅത്തിൽ ഇമാമി, ഇമാമിന് മുതാബഅത്തിന് വേണ്ടിയുള്ള ഇരുത്തവും. പിന്നെ ഇമാമിന്റെ മുതാബഅത്തിന് എന്ന് പറഞ്ഞാല് ഇമാമ തഹിയ്യാത്തിൽ ഇരിക്കാണ്, അപ്പൊ ഇയാള് മസ്ബൂക്കാണ്. അപ്പൊ ഇയാളെ ഇരുത്തത്തിന്റെ സ്ഥാനത്താവൂലല്ലോ ചിലപ്പോ എന്ത് വരിക, ഇമാമിനെ പിന്തുടരാൻ വേണ്ടി ഇരിക്കുന്ന ഇരുത്തം. അപ്പൊ ആ ഇരുത്തവും ജാസ ഇജ്മാഅൻ എങ്ങനെ ഇരുന്നാലും അതിൽ കൈഫിയത്തിൽ വ്യത്യാസമല്ല. വയുസന്നു ബി തശഹുദിൽ അവ്വലി, എന്നിട്ട് എങ്ങനെയായാലും ജായിസാണ്. എന്നാലും സുന്നത്തോ ഒന്നാമത്തെ തശഹുദിൽ അൽ ഇഫ്തിറാഷാണ്. ആ ഇഫ്തിറാഷ് എങ്ങനെയാ? ഫയജ്ലിസു, അപ്പൊ അവൻ ഇരിക്കണം. അല കഅബി യുസ്റാഹു, അവന്റെ ഇടത്തെ കാലിന്റെ കഅബിൽ ഇരിക്കണം. കഅബ് എന്ന് പറഞ്ഞാല് ഈ പിന്നെ വശങ്ങളിൽ പിന്നെ പൊങ്ങി നിൽക്കുന്ന എല്ലിനാണല്ലോ കഅബ് എന്നറിയാം. പിന്നെ ഒതുകൊടുക്കുന്നിടത്ത് പറഞ്ഞല്ലോ, ബഅദ അൻ യുളിജിഅഹ, ആ ഇടത്തെ കാലിനെ ചരിച്ച് കിടത്തിയതിന് ശേഷം അയ്മേലിരിക്കണം. ബിഹൈസു എലി ലഹ്റു ഹല്ലർല, എങ്ങനെ ചരിച്ച് കിടത്തേണ്ടത്? അതിന്റെ ലഹർ ഭൂമിയോട് നിലത്ത് ആകുന്ന രീതിയിൽ, ഭൂമിയോട് അടുക്കുന്ന രീതിയിൽ, അല്ല തിരിച്ച് അങ്ങോട്ടല്ല വെക്കേണ്ടത്, ഇങ്ങോട്ടാ വെക്കേണ്ടത്. എന്നിട്ട് അതിന്റെ ബത്തനിന്റെ മുകളിൽ ആയിട്ട് വരും ഇരുത്തം. അങ്ങനെയോ? അപ്പൊ ആ ഇഫ്തിറാഷൊക്കെ കിട്ടണമെങ്കിൽ ഈ പറയുന്ന കൈഫിയത്തൊക്കെ വേണം കൃത്യമായിട്ട്. എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങനെ ഇരുന്നാല് ജായിസാവും, കുഴപ്പമൊന്നുമില്ല, സുന്നത്ത് കിട്ടൂല. അതാ ഫയജ്ലിസു അല എന്താണ് കഅബി യുസ്റാഹു, പിന്നെ യൻസിബു യുംനാഹു, എന്നിട്ട് വലത്തെ കാലിനെ നാട്ടി വെക്കണം. വലത്തെ യുംന എന്ന് പറഞ്ഞ് ഐ ഖദമഹുൽ യുംന, വലത്തെ കാൽപാദത്തിനെ നാട്ടണം. വയലഉ അത്റാഫ ബുത്തൂനി അസാബിഹി, നാട്ടുമ്പോ വിരല് മുന്നോട്ട് മടക്കി വെക്കണം, അതാ പറയുന്നത്. വയലഉ അത്റാഫ ബുത്തൂനി അസാബിഹി, അവന്റെ എന്താണ് വിരലിന്റെ ബത്തിന് ഉൾഭാഗം, ആ ഉൾഭാഗത്തിന്റെ തൊറഫ് അറ്റം എങ്ങോട്ടാകണം? അതിനെ വെക്കണം. ലിൽ ഖിബ്ലത്തീന മിൻഹ അലൽ അർളി, മിൻഹ എന്ന് പറഞ്ഞാല് ആ പിന്നെ യുംനയിൽ നിന്ന്, വലത്തേക്കാലിൽ നിന്നുള്ള വിരല്, അലൽ അർളി നിലത്ത് വെക്കണം. എങ്ങനെ? മുത്തവജ്ജിഹത്തൻ, അഭിമുഖമായ നിലയിൽ, ഖിബിലയിലേക്ക് അഭിമുഖമായ നിലയിൽ. അപ്പൊ എല്ലാ വിരലും മടങ്ങി എന്ത് ചെയ്യണം? ഖിബിലക്കാകണം. അതാണ് അതിന്റെ രൂപം. വഫി തശഹുദിൽ ആഖിരി, പിന്നെ അവസാനത്തെ എന്താണ് തശഹുദില്? ചില നുസ്ഖയിൽ അവിടെ അഖീരി എന്നുണ്ട്. തശഹുദിൻ ആഖിർ അല്ലെ തശഹുദിൻ അഖീർ.
അവസാനത്തേത് എന്ന് പറഞ്ഞാൽ ബിൽ മാനൽ ലാത്തി ശേഷം വരുന്ന അർത്ഥത്തിന്, അതായത് അതിന് മുമ്പ് ചിലപ്പോൾ ഒന്ന് കഴിയൂല, അതാണ് പറഞ്ഞത്. അവസാനത്തെ തെയ്യാത്ത എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ അവസാനത്തിലുള്ളത് എന്നാണ് പറയുന്നതിന്റെ അർത്ഥം, അല്ലാതെ ഒന്നാമത്തേന്റെ രണ്ടാമത്തേത് എന്ന് അർത്ഥമല്ല. കാരണം സുബൈക്കൊന്നും അങ്ങനെ രണ്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അതാ ബിൽ മാനൽ ലാത്തി ശേഷം വരുന്ന മാനക്ക്. അത്തവർറുക്കു അതിൽ സുന്നത്താണ്. അപ്പോ ഫിൽ അവലി എന്നുള്ളതിന്റെ മേലെ എത്തുഫാവ് ഫിൽ ആഖിരി അത്തവർറുക്കു തവർറുക്കിന്റെ ഇരുത്തം സുന്നത്താണ്. വഹുവക്കൽ ഇഫ്തിറാഷി ഫി കൈഫിയത്തിഹിൽ മദ്കൂറത്തി, അത് ഇഫ്തിറാഷ് പോലെയാണ് ഇഫ്തിറാഷിന്റെ നേരത്തെ പറഞ്ഞ കൈഫിയത്തില്. ലാക്കിൻ പിന്നെ വ്യത്യാസം ഉണ്ട്, അതാ പറയുന്നത്. യുഹ്രിജു യുസ്റാഹു ഇവന്റെ ഇടത്തെ കാലിനെ എന്താക്കണം, പുറത്തേക്കെടുക്കണം. ബിൻ ജിഹത്തി യമീനിഹി അവന്റെ വലതുഭാഗത്തിലൂടെ പുറത്തേക്കെടുക്കണം. കാൽപാദം അങ്ങനെ നാട്ടി വെച്ചിട്ടല്ലേ ഉള്ള വിരലൊക്കെ മടക്കിയിട്ട് അതിന്റെ അടിയിൽ കൂടെ പുറത്തേക്കെടുക്കണം. യുൽസിഖു വരിക്കഹു ബിൽ അർലി, എന്നിട്ട് ഇവന്റെ ചന്തിയെ ചേർത്ത് വെക്കണം, ഭൂമിയോട് ചേർത്ത് വെക്കണം. കാലിന്റെ മുകളിലല്ല ഇരിക്കേണ്ടത്. ലില്ലിത്തിബായ് റവാഹുൽ ബുഖാരിയു. ഖൂലിഫ ബൈനഹും. അപ്പൊ ഈ ഒന്നാമത്തെ തശഹുദും രണ്ടാമത്തെ തശഹുദ് ഇതിന്റെ ഇടയില് പിന്നെ വ്യത്യാസം വരുത്തി. എന്തിനാ ബൈനഹുമ എന്ന് പറഞ്ഞാൽ രണ്ട് തശഹുദിന്റെ ഇരുത്തത്തിന്റെ ഇടയിൽ വ്യത്യാസം വരുത്തി. ലിയതദക്കറ ബിഹി അയ്യ റക്അത്തിൻ ഹുവ ഫീഹാ, അത് ഇവന് ഓർമ്മയാകാൻ വേണ്ടിയാ. ഏത് റക്അത്തിലാണ് അവനുള്ളത്, അയ്യ റക്അത്തിൻ ഹുവ ഫീഹാ, അവൻ ഏത് റക്അത്തിലാണ് എന്ന് അറിയാൻ വേണ്ടിയാണ്, ഓർക്കാൻ വേണ്ടിയാ. അപ്പൊ രണ്ടാമത്തെ റക്അത്തിൽ ഇരിക്കുമ്പോ ഇത് രണ്ടാമത്തെ ആണല്ലോ, അപ്പൊ എങ്ങനെയാണല്ലോ ഇരിക്കേണ്ടത്, ഇത് അവസാനത്തെ ആണല്ലോ, എങ്ങനെയാണല്ലോ ഇരിക്കേണ്ടത് എന്നിങ്ങനെ മാറി മാറി ഓർമ്മാകും. വലിയ ആലമൽ മസ്ബൂക്കു എന്ന പോലെ മസ്ബൂക്കായവൻ അറിയാൻ വേണ്ടി അയ്യു തശഹുദിൻ ഹുവ ഫീഹി, ആ മസ്ബൂക്ക് ഏത് തശഹുദിലാണ് എന്ന് അറിയാൻ വേണ്ടിയും. ആ മസ്ബൂക്ക് ഏത് തശഹുദിലാണ് എന്നറിയാൻ വേണ്ടിയും. പിന്നെ ആദ്യത്തെ തശഹുദാണോ, മുത്താബായത്തിന് വേണ്ടിയുള്ള തശഹുദാണോ, അല്ല ഇവന്റെ അവസാനത്തെ തശഹുദാണോ, ഇതൊക്കെ അറിയാൻ വേണ്ടി. മസ്ബൂക്കിന്റെ അവസാനത്തെ തശഹുദാണെങ്കിൽ തവറക്കിന്റെ അടുത്ത് ഇരിക്കണമല്ലോ, മറ്റോടത്ത് രണ്ടിടത്തും എന്താണ് ഇഫ്തിറാഷ് അല്ലേ, അപ്പൊ ഇതൊക്കെ അറിയാൻ വേണ്ടി. വലമ്മാക്കാനൽ അവ്വലു ഹുവ ഹൈഅത്തൽ മുസ്തഫിസി, പിന്നെ അനങ്ങാൻ വേണ്ടി ഒരുങ്ങുന്നവന്റെ ഹൈഅത്താണ്. മുസ്തഫിസ് എന്ന് പറഞ്ഞാൽ മുത്തഹയ്യി ഉലിൽ ഹറക്കത്തിൽ നിന്ന് അനങ്ങുക, ഇളകുക. ഇതിന് ഒരുങ്ങിയവന്റെ ഹൈഅത്താണ് ഒന്നാമത്തത്. അതായത് ഈ ഉറച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇസ്തിഖ്റാറാണ് എന്നുണ്ടെങ്കിൽ തവറുക്കായിരിക്കുക. അല്ല വേഗം എഴുന്നേക്കാൻ വേണ്ടിയാണെങ്കിൽ അപ്പോ പിന്നെ ഇഫ്തിറാഷാണ് ഇരിക്കുക. കാരണം കുറെ സമയം ഇരിക്കുമ്പോൾ അവിടെ കാലുവേദനയാവും. അപ്പൊ അതാ മുസ്തഫിസിന്റെ ഹൈഅത്താണ് ഒന്നാമത്തെ ഇഫ്തിറാഷ്. സുന്ന ഫീമ അതൽ അഖീരി, അപ്പോ അഖീറായ തശഹുദ് അല്ലാത്തതിൽ അത് സുന്നത്താക്കപ്പെട്ടു. അപ്പൊ അത് ഖൂലിഫ എന്നുള്ളതിന് ലിയതദക്കറ എന്ന പോലെ വേറൊരു ഹിക്മത്തും കൂടിയാണ് പറയുന്നത്. വലമ്മാക്കാനല്ലോ പോലും ലിഅന്നഹു തഅഖുബുഹു ഹറക്കത്തുൻ, കാരണം അഖീർ അല്ലാത്ത തശഹുദ്, മാഅദൽ അഖീർ എന്ന് പറഞ്ഞാല് അവസാനത്തെ തശഹുദ് അല്ലാത്തത് എന്നാ. അപ്പൊ ലിഅന്നഹു ആ മാഅദൽ അഖീർ അവസാനത്തെ തശഹുദ് അല്ലാത്തത്, തഅഖുബുഹു അതിന്റെ ഉടനെ വരും ഹറക്കത്തുൻ ചലനം വരും, കാരണം അടുത്ത റക്അത്തിലേക്ക് എഴുന്നേക്കണ്ടേ. വഹിയ അൻഹു ആ ഹറക്കത്ത് അൻഹു ഈ ഇഫ്തിറാഷിനെ തൊട്ടിട്ട് അസ്ഹലു എളുപ്പമാണ്. വസാനി രണ്ടാമത്തത് ഹൈഅത്തൽ മുസ്തഖിരി ഉറച്ചിരിക്കുന്നവന്റെ ഹൈഅത്തായപ്പോൾ സുന്ന ഫിൽ അഖീരി അത് അവസാനത്തതിലും സുന്നത്താക്കപ്പെട്ടു. കാരണം എന്താ, ഇത് ലായഖുബുഹു ഷൈഉൻ, അതിന്റെ ഉടനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാല് എഴുന്നേറ്റ് പോകണമെന്നില്ല എന്നർത്ഥം. എഴുന്നേൽക്കണം എന്നില്ല, അവിടെ തന്നെ ഇരിക്കാമല്ലോ, എത്ര വേണം നേരം വേണമെങ്കിലും ഇരിക്കാം. നിസ്കാരത്തിന്റെ ഫെയിലുകളൊക്കെ അതോടുകൂടെ കഴിഞ്ഞാൽ അല്ലാതെ അതിന്റെ ശേഷം പിന്നെ അവിടെ എഴുന്നേറ്റ് പോലും അവിടെ തന്നെ ഇരിക്കുമ്പോ അങ്ങനൊന്നുമില്ല. പിന്നെ വല്ല സഹു ഇനി അസഹ് അന്നഹു യഫ്തരിഷുൽ മസ്ബൂഖു വസ്സാഹി, അപ്പോ മസ്ബൂക്കും എന്ന പോലെ മറന്നവനും എന്താക്കുക, ഇഫ്തിറാഷിന്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. മസ്ബൂക്ക് പിന്നെ എവിടെ ഇരിക്കുക, ഫി തശഹുദി ഇമാമിഹിൽ അഖീരി, ഇമാമിന്റെ അവസാനത്തെ തശഹുദില്. അല്ലാതെ ഇമാമിനോട് മുത്താബായത്ത് എന്ന നിലയ്ക്ക് ഇവൻ തവറുക്കിന്റെ ഇരുത്തല്ല ഇരിക്കേണ്ടത്. ഇമാമ് തവറുക്കിന്റെ ഇരുത്തായിരുന്നിട്ടുണ്ടാകുക, മസ്ബൂക്ക് അക്പ ഇഫ്തിറാഷിന്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞ ഹിക്മത്ത് അത് കഴിഞ്ഞ് ഇവൻ എഴുന്നേക്കാനുണ്ടല്ലോ. വസാഹി മറന്നവനും എന്തു പറഞ്ഞു, ഫി തശഹുദിൽ അഖീരി ഖബല സുജൂദി സഹ്വി, എന്ത് പറഞ്ഞത്,
സഹുവുണ്ടായിട്ട് എന്താണ് സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടവൻ, സാഹി എന്ന് പറഞ്ഞാല് സഹുവിന്റെ ഉണ്ടായിട്ട് സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടവനും ഇഫ്തിറാഷിന്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. അപ്പോ ഈ തശഹുദിഹിൽ അഖീരി ആ സാഹി അവന്റെ അവസാനത്തെ തഹിയാത്തിൽ ഇഫ്തിറാഷ് ആയിരിക്കേണ്ടത്. ഖബ്ല സുജൂദി സഹ്വി, സഹുവിന്റെ സുജൂദിന്റെ മുമ്പ് ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കണം. ലിഅന്നഹു ലൈസ ആഖിറ സലാത്തിഹിമ, കാരണം അതല്ല ഏത് ആ പിന്നെ മസ്ബൂക്കിനും എന്ന പോലെ സാഹിക്കും ഈ പറഞ്ഞ തശഹുദിൻ അഖീർ ഉണ്ടല്ലോ, മറ്റോന് ഇമാമിന്റെ തശഹുദിന്റെ അഖീർ, ഇമാമിന്റെ തശഹുദിൻ അഖീർ, ഇയാൾക്ക് ഇയാൾ തന്നെ തശഹുദിൻ അഖീർ, ഇത് രണ്ടും അല്ല അവർ രണ്ടാളുടെ നിസ്കാരത്തിന്റെ ആഖിറല്ല. അതുകൊണ്ട് അങ്ങനെ ഇഫ്തിറാഷ് ഇരിക്കണം. അപ്പൊ മഹല്ലുഹു, പിന്നെ ആ സാഹിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിന്റെ മഹല്ല് ഇഫ്തിറാഷ് ഇരിക്കണം എന്ന് പറഞ്ഞ മഹല്ലാകുന്നത് ഇന്നവ സാഹി അസുജൂദ, മറന്നവൻ സുജൂദ് ചെയ്യാൻ വിചാരിച്ചാലാണ്. അത്തലക്ക അല്ലെങ്കിൽ ഇത്തലാക്കാക്കി, ഒന്നും വിചാരിക്കാതെ അപ്പം അങ്ങോട്ടിരുന്നു, സുജൂദ് ചെയ്യണോ വേണ്ടേ ഒന്നും വിചാരിച്ചില്ല, പിന്നെ അലല്ലൗജഹി വയില്ല, അങ്ങനെ സുജൂദ് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല, ഇത്തലാക്കാക്കിയതുമില്ല, സുജൂദ് ചെയ്യാൻ നിയ്യത്ത് ചെയ്തതുമില്ല എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യണ്ടാന്ന് നിയ്യത്ത് ചെയ്തു എന്നർത്ഥം. അപ്പൊ സുജൂദ് ചെയ്യണ്ട, അവൻ സുജൂദ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ സുന്നലഹു തവറുക്കു, ഇവന് തവറുക്കാണ് സുന്നത്ത് എന്നത് നമസ്കാരത്തിന്റെ അവസാനമായല്ലോ, അത് കഴിഞ്ഞ് സലാം വിട്ടല്ലേ. ഇനി വയലഉ ഫീഹിമ, ഈ രണ്ട് തശഹുദിലും ഇവൻ വെക്കണം. യുസ്റാഹു, അതിന് കൈകൾ വെക്കേണ്ട രൂപ പറയുന്നത്, യുസ്റാഹു ഇടത്തെ കൈ വെക്കണം, അല തറഫി റുക്കുബത്തിഹിൽ യുസ്റ, ഇടത്തെ കാൽമുട്ടിന്റെ അറ്റത്ത് വെക്കണം. അറ്റത്ത് വെക്കുക എന്ന് പറഞ്ഞാല് ബിഹൈസു തുസാമിത്തു റൂസുഹ, ഈ ഇടത്തെ എന്താണ് കയ്യിന്റെ റൂസ്, അതിന്റെ അറ്റങ്ങൾ എന്ന കയ്യിന്റെ അറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വിരലിന്റെ അറ്റം അത് നേരെ വരും. അവല റുക്കുബത്തി, റുക്കുബത്തിന്റെ തുടക്കം അതിന് നേരെ വരും. മടക്കി പിടിക്കുന്നതല്ല, ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞല്ലോ, മടക്കി പിടിച്ചാൽ അസുലുസുന്നത്ത് കിട്ടുമെന്നും പറഞ്ഞിന്നലെ. മൻസൂറത്തല്ല സാബി, അത് വെക്കേണ്ടത് എങ്ങനെയാ, വിരലുകൾ പരത്തിയതായ നിലയിൽ. ലില്ലിത്തിബായി, റവാഹു മുസ്ലിമൻ, ബിലാ ലമ്മിൻ, ലമ്മ് ഇല്ലാതെ, ബൽ യുഫർരിജുഹാ തഫ്രീജൻ വസത്തൻ. മൻസൂറത്തല്ല സാബി ലില്ലിത്തിബായി റവാഹു മുസ്ലിം. എങ്ങനെ, ബിലാ ലമ്മിൻ ബൽ യുഫർരിജുഹാ, അപ്പൊ വിരല് കൂട്ടിപ്പിടിക്കരുത്, അടുപ്പിച്ച് പിടിക്കരുത് എന്നാ, ഒരൽപ്പം എന്താക്കണം, അകത്തിപ്പിടിക്കണം. തഫ്രീജൻ വസത്തൻ, ഒരു മിതമായ നിലയിൽ അകത്തിപ്പിടിക്കണം എന്നാ പറഞ്ഞ. പിന്നെ അവിടെ ഇസ്തിദ്റാക്ക് പിന്നെ പറയുന്നുണ്ട്, ബിലാ ലമ്മിൻ ബൽ യുഫർരിജുഹാ തഫ്രീജൻ വസത്തൻ എന്നുള്ള പഴയ നുസ്ഖയില് യുഖ്രിജുഹാ എന്നാ, തെറ്റാ, യുഖ്രിജുഹാ എന്നല്ല, യുഫർരിജുഹാ തഫ്രീജൻ വസത്തൻ. ആ തക്ബീറത്തുൽ ഇഹ്റാമിനൊക്കെ കൈ ഉയർത്തുമ്പോൾ പറഞ്ഞില്ലേ ചെറുതായിട്ടൊന്ന് ആത്തി പിടിക്കുക, അങ്ങനെ വേണം എന്നാണ് പറഞ്ഞത്. അത് ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ നബി ഇമാം റളിയല്ലാഹു അൻഹു അതിനെ ഇസ്തിദ്റാക്കി, നല്ല സഹ്വല്ലൊമ്മു, നല്ല വിരൽ കൂട്ടിപ്പിടിക്കുക വേണ്ടത്, ഇരിക്കുമ്പോ തൊടയിൽ വെക്കുമ്പോ വിരൽ കൂട്ടിപ്പിടിക്കണം. വല്ലാഹു അലം. കാരണം എന്താ, ലിഅന്ന തഫ്രീജഹ, അതിനെ വിടർത്തല്, യുസീലു ബഅലഹ കല്ലിബ്ഹാമി അനിൽ ഖിബ്ലത്തി, അത് ചില വിരലുകളെ ഖിബ്ലയെ തൊട്ട് തെറ്റിക്കുമെന്നാ. പിന്നെ ഖിബ്ലയെ തൊട്ട് തെറ്റിക്കും, സൈഡിലോട്ടായി പോകും എന്നാ. അപ്പോ ആ ബഅൽ എന്ന് പറഞ്ഞാൽ ഏതുപോലെ, ഇബ്ഹാം വിരൽ പോലെ. അപ്പൊ കൂട്ടി ഇങ്ങനെ പിടിച്ചാൽ എല്ലാ വിരലും ഖിബ്ലയ്ക്കാവും അങ്ങനെ. അപ്പൊ അങ്ങനെ ലമ്മു വേണം. പിന്നെ വയഖ്ബലു മിൻ യുംനാഹു, ഇവന്റെ വലത്തെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, മടക്കി പിടിക്കണം. യൻഷുറു, നഷർ, നിവർത്തുക എന്നല്ല. ഖബുൽ എന്ന് പറഞ്ഞാൽ നേരത്തെ മൻഷൂറത്തുള്ള സാബി എന്ന് പറഞ്ഞു, ഇത് ഖബുല മഖ്ബൂലത്ത്. അപ്പൊ മടക്കി പിടിക്കണം വലത്തെ കയ്യിൽ നിന്ന്. ബഅദ വളിഇഹ അലാ ഫഖദിഹിൽ അയ്മനി ഇൻദ റുക്ബത്തി, നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ആ വലത്തെ കൈയിനെ വെച്ചതിന് ശേഷം, മടക്കേണ്ടത് വെച്ചതിന് ശേഷമാണ് എന്നർത്ഥം. കണ്ടോ, ആ വലത്തെ കൈ അലാ ഫഖദിഹിൽ അയ്മനി,
വലത്തെ തൊടയുടെ മേലിൽ വെക്കുക. ഇന്ദർ റുക്കുബത്ത് ആ തുടങ്ങുന്ന ഭാഗത്ത് ഇങ്ങനെ ആദ്യം 5 വിരലും എന്താണ് നിവർത്തി തന്നെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ 3 വിരലും ഇങ്ങോട്ട് മടക്കുക വേണ്ടത്. അതാ ബൈദ വലിഹ എന്ന് പറഞ്ഞ. ഏതിനെ മടക്കണം? അൽ ഖിൻസിറ വൽ ബിൻസിറ വകദൽ ഉസ്താഫിൽ അദ്ഹരി. അണ്ട് ഈ 3 വിരലിനെ മടക്കണം. ഖിൻസിറും ബിൻസിറും മടക്കണം എന്നുള്ളത് ഖിലാഫില്ല. ഉസ്തയെയും മടക്കണം ഫിൽ അദ്ഹരീന ബികസ്രി അവലിഹിമ വസാലിസിഹിമ. ബാ ഖാ അതല്ലേ ആദ്യത്തെ 2 അക്ഷരം, അതിന് കസറ്. മൂന്നാമത്തെ അക്ഷരം സാദാണ്, അതിനും കസറ്. ഖിൻസിർ ബിൻസിർ കദൽ ഉസ്താഫിൽ അദ്ഹരി ലില്ലിത്തിബാഇ റവാഹു മുസ്ലിമുൻ. അപ്പൊ ഈ 3 വിരൽ ഇങ്ങോട്ട് മടക്കി പിടിക്കണം. അപ്പൊ ബാക്കി 2 വിരൽ എന്ന് പറഞ്ഞത് സബ്ബാബത്ത് ഇങ്ങനെ നിവർന്ന് തന്നെ ഇരിക്കും അല്ലെ, ചൂണ്ടുവിരല്. പിന്നെ വഖീല യുഹല്ലിഖു ബൈനൽ ഉസ്താ വൽ ഇബ്ഹാമി ബിത്തഹ്ലീഖി ബൈന റഅസൈഹിമാ. അപ്പൊ ഈ പറഞ്ഞ പിന്നെ ഇബ്ഹാം എന്താക്കണം? മുസബ്ബിഹത്ത് ഇങ്ങനെ നിവർന്ന് തന്നെ ഇരിക്കും. അത് പിന്നെ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഉയർത്തണമെന്ന് ശേഷം പറയുന്നുണ്ട്. അപ്പൊ ഇബ്ഹാമോ തള്ളവിരല് അതിനെയും എന്താ പോലെ ഉസ്ത ആ മധ്യത്തെ വിരലുണ്ടല്ലോ, ഇത് രണ്ടിനെയും കൂടി ഒരു വൃത്തം പോലെ ആക്കണം. തഹ്ലീഖ് യുഹല്ലിഖു ബിത്തഹ്ലീഖി. എങ്ങനെ തഹ്ലീഖാക്കേണ്ടത്? ബൈന റഅസൈഹിമാ, അത് രണ്ടിന്റെയും എന്താണോ തലഭാഗം. അപ്പൊ മൂന്നാമത്തെ ആ ഉസ്ത മടക്കുമെങ്കിലും അതിന്റെ അപ്പുറത്തുള്ള 2ഉം മടക്കുന്ന പോലെ പൂർണ്ണമായിട്ടും മടക്കുകയല്ല. അതുകൊണ്ടാണ് വക്കദൽ ഉസ്താ ഫിൽ അദ്ഹരി എന്ന് പറഞ്ഞാൽ അദ്ഹറിന്റെ സാനിയായി പറയുന്നത്. യുഹല്ലിഖു ബൈനൽ ഉസ്താ വൽ ഇബ്ഹാമി ബിത്തഹ്ലീഖി ബൈന റഅസൈഹിമാ. അപ്പോ ഉസ്തയായ വിരല് എന്താണ് പൂർണ്ണമായും മടക്കൽ വരൂല, ഇങ്ങനെ വൃത്താക്കി പിടിക്കുമ്പോഴേ. വഖീല ഇനി ബിത്തഹ്ലീഖി എന്ന് പറഞ്ഞു. വേറെ അഭിപ്രായം എന്താ? ബി വളഇ അൻമുലത്തിൽ ഉസ്താ ബൈന ഉഖ്ദത്തയിൽ ഇബ്ഹാമി. ആ തഹ്ലീഖ് എന്ന് പറഞ്ഞത് എങ്ങനെ? 2 റഅസ് അതിന്റെ 2ന്റെ അറ്റാണ് ഇങ്ങനെ എന്താക്കേണ്ടത്? വൃത്തം പോലെ ആക്കേണ്ടത്. വേറെന്ന് പറഞ്ഞത് യുഹല്ലിഖു ബൈനൽ ഉസ്താ വൽ ഇബ്ഹാമി എന്നുള്ളതിന്റെ ബിത്തഹ്ലീഖ്. ആ ബിത്തഹ്ലീഖിന്റെ മേലെ അത്ഫായിട്ടാണ് എന്ത് വരിക? ഖീല ബി വളഇ എന്ന് വരിക. അപ്പൊ യുഹല്ലിഖു ബൈനൽ ഉസ്താ വൽ ഇബ്ഹാമി ബി വളഇ അൻമുലത്തിൽ ഉസ്താന്നാവും. മധ്യത്തിന്റെ അൻമുലത്ത് എന്ന് പറഞ്ഞാല് ഈ ഒരു കണുപ്പാണല്ലോ, അതിനെ ഈ തല അറ്റഭാഗം, അതായത് ഒരു വിരലില് 3 അൻമുലത്താണല്ലോ, 3 ഇങ്ങനെ കഷ്ണങ്ങള്. അപ്പൊ ആ എന്താണ് ഉസ്തന്റെ അറ്റം വെക്കുക എവിടെ? ബൈന ഉഖ്ദത്തയിൽ ഇബ്ഹാമി. ഇബ്ഹാമിന്റെ തലയിൽ വെക്കണം എന്നാ നേരത്തെ പറഞ്ഞ, അറ്റത്ത് വെക്കണം അതല്ല. ഇബ്ഹാമിന്റെ 2 കെട്ടുണ്ടല്ലോ, അതിന്റെ നടുവിലായിട്ട് വെക്കണം. അപ്പൊ ഇബ്ഹാം വിരലിന്റെ നടുവിലായിട്ട് ഇങ്ങനെ വെക്കുമ്പോ പിന്നെ എന്താണ് നടുവിൽ എന്ന് പറഞ്ഞാൽ നടുവിലെ വരണ്ടല്ലോ, അതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. അപ്പോഴും ഒരു തഹ്ലീഖ് കിട്ടും. ഈ 2 സ്ഥലത്ത് ഇബ്ഹാമിന്റെ ഖബ്ല് വരൂല. വൽ ഖിലാഫു ഫിൽ അഫ്ളൽ. അപ്പൊ ഈ 3 രൂപം പറഞ്ഞിട്ട് ഖബ്ലാണ് അഫ്ളൽ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഖിലാഫ് അഫ്ളലിനെ കുറിച്ചാണ്. ഖുദ്ദിമൽ അവ്വലു. അപ്പൊ അതിൽ അവ്വല് ഖബ്ല് വേണം, മടക്കി പിടിക്കണം. അതാണ് എന്ത് ഉസ്ത മടക്കി പിടിക്കണം എന്നത് മുന്തിക്കാൻ കാരണം അന്നഹു അസഹു വറുവാത്തുഹു അഫ്ഖഹു. അത് വാരിദായ ഹദീസ്, അത് അസഹാണ്, കൂടുതൽ സിഹത്തുണ്ട്. അതിന്റെ റുവാത്താണെങ്കിൽ ഫിഖ്ഹ് കൂടിയവരുമാണ്. അതൊക്കെ തർജീഹിന്റെ കാരണങ്ങളാ. പിന്നെ ഉയുർസിലുൽ മുസബ്ബിഹത്ത, മുസബ്ബിഹ വിരലിനെ നീട്ടി വെക്കണം, മടക്കരുത്, നിവർത്തി വിടണം. ഫി കുല്ലി തശഹുദി, എല്ലാ തശഹുദിലും, ആദ്യത്തേലും 2ാമത്തേലും ഒക്കെ അങ്ങനെ വേണ്ട. ലില്ലിത്തിബായി വഹിയ ബി കസ്രിൽ ബായി. വഹിയ ആ മുസബ്ബിഹ വിരലാകുന്നത് അല്ലത്തി തെലിൽ ഇബ്ഹാമ എന്ന ഇബ്ഹാമിനോട് തൊട്ടടുത്തുള്ള വിരലിനാണ് മുസബ്ബിഹ വിരൽ എന്ന് പറയാം. അത് ബി കസിരിൽ ബായി, ബായിന് കസറ് കൊണ്ടാണെന്ന് എന്റെ അടുക്ക് പറഞ്ഞതാ. അപ്പൊ വഹിയന്റെ ഖബർ അല്ലത്തീന. സുമ്മിയത്ത് ബിദാലിക്ക, ഈ വിരലിന് പിന്നെ മുസബ്ബിഹത്ത് എന്ന് പേര് വെക്കാൻ കാരണം എന്താ? അന്നഹു യുഷാറു ബിഹാലി തൗഹീദി, തൗഹീദിലേക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ തൗഹീദിലേക്ക് ഇഷാറത്താക്കിക്കൊണ്ടാണ് വിരൽ ഉയർത്തേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആ തൗഹീദിലേക്ക് ഈ വിരൽ കൊണ്ട് ഇഷാറത്താക്കും. അപ്പൊ അത് തസ്ബീഹാണല്ലോ അല്ലെ? തൗഹീദിലേക്ക് ഇഷാറത്താകുക എന്ന് പറഞ്ഞത് ഒരു തസ്ബീഹാണ്, ഇഷാറത്ത് കൊണ്ടുള്ള ഒരു തസ്ബീഹാണ്. അപ്പൊ അത് ചെയ്യുന്നു എന്നുള്ള നിലക്ക് തുസമ്മായ തന്നെ സബ്ബാബത്ത, അതിന് സബ്ബാബത്ത് എന്നും പറയും. എന്താണ്? വഴക്ക് പറയുന്ന വരല്, ചീത്ത പറയുന്ന വരലെന്ന്. കാരണം അന്നഹു ഇഷാറു ബിഹ, അങ്ങനെ ആ വിരല് കൊണ്ട് ഇഷാറത്താക്കപ്പെടും. എന്തൽ മുഖാസമത്തി വസബ്ബി, മുഖാസമത്തിന്റെയും സബ്ബിന്റെയും അവസരത്തിൽ വഴക്കിടുമ്പോ ചീത്ത പറയുമ്പോ ഒക്കെ ഇഷാറത്താക്കും. വയറുഫഉഹ ഇന്ദ ഖൗലിഹി ഇല്ലല്ലാ,
പിന്നെ ആ മുസബ്ബിഹ വിരലിനെ ഉയർത്തണം. ഇമാലത്തിഹ ഖലീലൻ, അല്പം എന്താണ് ചരിച്ചുകൊണ്ട് എന്നാ. എന്തിനാ അല്പം ചരിക്കാന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ എന്താണ് ഈ പറഞ്ഞ 3 വിരലും പിടിച്ച് ഈ 3 ഇങ്ങനെ വിരലും മടക്കി പിടിച്ചേക്കല്ലേ, എന്നിട്ട് പൂർണ്ണമായും നേരെ അങ്ങോട്ട് നിവർത്തി കഴിഞ്ഞാൽ മുകളിലോട്ടാണ് ഉണ്ടാകുക. വിരൽ മുകളിലേക്കല്ലേ വരിക, വിരലിന്റെ അറ്റം അല്പം മുകളിലേക്കാണ് വരിക. അപ്പൊ കിബിലയുടെ ജിഹത്ത് നിന്ന് തെറ്റിപ്പോവും. അപ്പൊ അങ്ങനെ മുകളിലേക്ക് വരാതിരിക്കാൻ ആ ഇമാലത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ തലഭാഗം അല്പം താഴ്ത്തി പിടിക്കുകയെന്നാ. അപ്പൊ താഴ്ത്തി പിടിക്കുമ്പോ നേരെ കിബിലയിലേക്ക് വരും. അതിനാണ് ഇമാലത്തിഹ ഖലീലൻ. ആ ഇമാലത്തിന്റെ അർത്ഥം ഷർവാനി പറയുന്നുണ്ട്. ലിയല്ലാ തഖ്റുജാൻ സംദിൽ കിബിലത്തി. കണ്ടോ, കിബിലയുടെ ജിഹത്തിനെയും തൊട്ട് ആ ദിശയെ തൊട്ട് തെറ്റാതിരിക്കാൻ, അല്ലെങ്കിൽ മുകളിലോട്ടായി പോവും. ചിലരെല്ലാം അങ്ങനെ ഉയർത്തൽ ഉഷാറാക്കിയിട്ട് മുകളിലോട്ട് നിർത്തുന്നതാണ്. അങ്ങനല്ല. അത് എപ്പോഴാ ഉയർത്തേണ്ടത്? ഇന്ദ ഖൗലിഹി ഇല്ലല്ലാ. ഇല്ലല്ലാ എന്ന് പറയുമ്പോഴാണ് ഉയർത്തേണ്ടത്. ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഉയർത്തണം എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറയുമ്പോൾ എന്താണ്, ഉയർത്താൻ തുടങ്ങണം. അപ്പോ ഉയർത്തി തീരേണ്ടത് എപ്പോഴാ? ഹ ഉച്ചരിക്കുമ്പോഴാണ് ഉയർത്തി തീരേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇല്ലല്ലാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉയർത്തി ഇങ്ങനെ മുകളിലേക്ക് തീരണം. അങ്ങനെ ലില്ലിത്തിബായ് വല യലഹ ഇല ആഖിരി തശഹുദി. തശഹുദ് തീരുന്നത് വരെ എന്ത് ചെയ്യരുത്, ഇനി അതിനെ താഴ്ത്തി ഇടരുത് എന്നാ. മറ്റു ചില മദ്ഹബിൽ അങ്ങനെ ഉയർത്തി അപ്പൊ തന്നെ താഴ്ത്തി വെക്കണം. പക്ഷെ നമുക്ക് അങ്ങനെ താഴ്ത്തി ഇടരുത്, അങ്ങനെ ഉയർത്തി തന്നെ പിടിക്കണം എന്നാണ്. ആഖിരി തശഹുദീന അത് വേറെ ചില കിതാബിൽ എന്താണ് സലാമു വരെ എന്നുണ്ട്. പിന്നെ ഷർവാനിയെ പറയുന്നുണ്ട്. അപ്പൊ സലാം വിട്ടുന്നവരെ എന്നാണ് ഉദ്ദേശം. സലാം വരെ അങ്ങനെ പിടിക്കുക, എന്നിട്ട് വിട്ടിട്ട് പിന്നെ സലാം വിട്ടുക. അങ്ങനെ ഖാസിദം ബിദാലിക്കൽ ഇഷാറത്ത. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കണം, ആ ഉയർത്തൽ കൊണ്ട് ഉദ്ദേശിച്ചതായ നിലയിൽ അൽ ഇഷാറത്താക്കുന്നു എന്നുദ്ദേശിക്കണം. എന്തിലേക്ക് ഇഷാറത്തിൽ? കൗനിൽ മഅബൂദി വാഹിദം ഫി ദാത്തിഹി വ സിഫാത്തിഹി വ അഫ്ആലിഹി. മഅബൂദ് ആണ് എന്നതിലേക്ക്, വാഹിദാണ്, അവന്റെ ദാത്തിലും സിഫത്തിലും അഫ്ആലിലും ഏകനാണ്. അതാണല്ലോ തൗഹീദ് എന്ന് പറയുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാല് അഹദും ഫി ദാത്തിഹി വ സിഫാത്തിഹി വ അഫ്ആലിഹി എന്നല്ലേ. അപ്പൊ ആ തൗഹീദിലേക്കുള്ള ഇഷാറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഉയർത്തണം. എന്തിനാണ് അതിൽ? യജ്മഅ ഫി തൗഹീദിഹി ബൈന ഇഅ്തിഖാദിഹി വ ഖൗലിഹി വ ഫിഅലിഹി. അപ്പോ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാ തൗഹീദില്. അള്ളാഹിനെ തൗഹീദാക്കുന്നതില് എന്ത് ചെയ്യുക? മഅബൂദിനെ തൗഹീദാക്കുന്നത്, തൗഹീദിഹി എന്ന് പറഞ്ഞാൽ മഅബൂദായ അള്ളാഹിനെ തൗഹീദാക്കുന്നതിൽ ഒരുമിച്ച് കൂട്ടുക. ബൈന ഇഅ്തിഖാദിഹി, ഇവന്റെ വിശ്വാസം, ഇവൻ മുവഹിദാണല്ലോ. വ ഖൗലിഹി എന്ന പോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതിനു മുമ്പ് നഫിയാണ്, ഇല്ലല്ലാ എന്ന് പറയുമ്പോഴാണ് ഇസ്ബാത്ത് വരുന്നത് അല്ലെ. മറ്റിലാഹുകളെ നഫീച്ചയിലാണല്ലോ ലാ ഇലാഹ എന്ന് പറയുന്നത്. ഇല്ലല്ലാ എന്നുള്ളതാണ് അള്ളാഹിന്റെ തൗഹീദിനെ ഇസ്ബാത്താക്കുക. അപ്പൊ അവിടെയാണ് ഉയർത്തേണ്ടത്. അപ്പൊ ആ ഖൗലും ഫീലിഹി, ഈ ഉയർത്തുക എന്ന് പറഞ്ഞ വിരലുകൊണ്ടുള്ള ഫീലും, ഇത് 3ഉം കൂടി ഒരുമിച്ച് കൂട്ടാൻ. അപ്പൊ ദിക്ർ ചെല്ലുമ്പോ ആ ദിക്റിനോട് യോജിച്ച നിലയിൽ എന്താണ് ആടുക എന്നുള്ളത്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങൾ അനക്കുക, ചലിപ്പിക്കുക എന്നുള്ളതൊക്കെ മശ്റൂആണ്. ഇതിപ്പോ അസ്ല് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ തന്നെ സ്ഥിരപ്പെട്ടതാ. അപ്പോ ദിക്ർ എന്താണ് ഇസ്തിംബാത്ത് ചെയ്യുന്ന മശായിഖന്മാര്, തരീഖത്തിന്റെ മശായിഖന്മാരൊക്കെ പ്രത്യേക അനക്കങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടാവും. അത് അവര് ഇസ്തിംബാത്ത് ചെയ്യുന്നതാണ്. അവർക്ക് കശ്ഫായി കിട്ടുന്നതും അവര് ഇസ്തിംബാത്ത് ചെയ്യുന്നതും ഒക്കെയാണ്. അതൊക്കെ മശ്റൂ തന്നെ, അതിനൊന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. പിന്നെ അപ്പൊ അതാ അവര് പറഞ്ഞ പോലെ ആകണം എന്ന് അത്ര തോന്നിയ പോലെ ആകരുത്. പിന്നെ ഹുസ്സത്ത് ബിദാലിക്ക, ഈ മുസബ്ബിഹ വിരൽ പ്രത്യേകമാക്കപ്പെട്ടു. ബിദാലിക്ക ഇഷാറത്ത് കൊണ്ട്, ആ റഫ് കൊണ്ടിട്ട് പ്രത്യേകമാക്കപ്പെട്ടു. എന്തുകൊണ്ടാൽ ഇത്തിസാലിഹ, മുസബ്ബിഹ വിരൽ ബന്ധിക്കുന്നത് കൊണ്ടാണ്. അതിനൊരു ബന്ധമുണ്ട്. ബിനിയാത്തിൽ കൽബി, ഹൃദയത്തിന്റെ ഒരു നരമ്പുമായി ബന്ധമുണ്ട്. ഈ വിരലിന് ഹൃദയത്തിന്റെ ഒരു നരമ്പുമായി, ഒരു ഇറക്കുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എന്താക്കിയത്, പിന്നെ ഹൃദയമായിട്ടൊരു പ്രത്യേക കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകിയത്. ഫക്കാന്നഹ സബബുൻ ലി ഹുദൂരിഹി. അപ്പോ ഈ ഇഷാറത്താകുന്നത് സബബുൻ, പിന്നെ അത് സബബാണ്. എന്തിന്? ലി ഹുദൂരിഹി, ആ കൽബിന്റെ ഹുദൂറിന്. ഇവിടെ ഇങ്ങനെ ഉയർത്തുമ്പോഴേ ആ ബന്ധം ഉണ്ടാവുമ്പോ ആ ഹുദൂരിഹി എന്ന് പറഞ്ഞാൽ കൽബിന്റെ ഹുദൂർ, അല്ലെ എന്ത് കൽബില് എന്ത് ഹാലിറാകുക? തൗഹീദ് ഹാലിറാകുക അല്ലെ. അപ്പൊ അതിന് ഒരു കാരണമാണ്. അതുകൊണ്ടാ തുക്റഹുൽ ഇഷാറത്തു. ഇപ്പൊ വലത്തെ സബ്ബാബത്ത് കൊണ്ട് ഇഷാറത്താക്കണം എന്ന് പറഞ്ഞു, ഇടത്തെ സബ്ബാബത്ത് കൊണ്ട് ഇഷാറത്താക്കണോ? വലത്തേതില്ലെങ്കിൽ അതില്ല. തുക്റഹുൽ ഇഷാറത്തു ബി സബ്ബാബത്തിൽ യസാരി
ഇടത്തെ കൈയിന്റെ സബാബത്ത് കൊണ്ട് ഇഷാറത്താക്കൽ കറാഹത്താണ്. വൈൻ കുത്തിയത്തി യുംനാഹു, വലത്തെ കൈ മുറിക്കപ്പെട്ടാലും ശരി. കാരണം എന്താ, ലി ഫവാത്തി സുന്നത്തി വലഇഹ സാബിഖി. പിന്നെ അതിന്റെ സാബിഖായ വലഅ് അത് സുന്നത്താണല്ലോ, അത് നഷ്ടപ്പെടും. ഇടത്തെ കൈ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇടത്തെ തൊടയുടെ മേലില് പിന്നെ തൊടയുടെ എന്താണ് മുട്ടിനോട് ചേർത്ത് നേരെ വരുന്ന രീതിയിൽ അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇഷാറത്താക്കിയാൽ എന്താണ്, എല്ലാ വിരലും അങ്ങനെ വരുന്ന രീതിയിൽ വെക്കണ്ടേ. അപ്പൊ അത് നഷ്ടപ്പെടും, ആ സുന്നത്ത് നഷ്ടപ്പെടില്ല. ഈ സുന്നത്ത് നഷ്ടപ്പെടുത്തിയിട്ട് വേറെ സുന്നത്ത് എടുക്കണ്ട. ഓരോന്നിനും ഓരോ സുന്നത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതാണ് ചെയ്യേണ്ടത്. ഒമിൻഹു യൂഖദു, അപ്പോ അതിന് അഖദ് ചെയ്യാം. ഏതിൽ നിന്ന്, ലി ഫവാത്തി സുന്നത്തി എന്ന് പറഞ്ഞാൽ ഇല്ലത്തുണ്ടല്ലോ, അതിന് അഖദ് ചെയ്യാം. അന്നഹു ലാ യുസന്നു റഫഉ ഗൈരി സബ്ബാബത്തി ലൗ ഫുഖിദത്, സബ്ബാബത്ത് വരല് അല്ലാത്തത് ഉയർത്തല് സുന്നത്തില്ല. ലൗ ഫുഖിദത്ത്, അത് ഇല്ലെങ്കിൽ സബ്ബാബത്ത് വരലില്ല. എന്നാൽ വലത്തെ കൈയിലെ തന്നെ എന്താണ് മറ്റു ഏതെങ്കിലും വിരൽ ഉയർത്തണോ ഇല്ലെന്നാന്ന് അറിയാം. അത് വേണ്ട. കാരണം എന്താ, അലി ഫവാത്തി സുന്നത്തി ഖബ്ലിഹ അസാബിഖി, മറ്റു 3 വിരലുമാണ് പിന്നെ ഉയർത്താനുള്ളത് അല്ലെ. ആ 3 വിരലും ഖബ്ൽ ചെയ്യണം, മടക്കി പിടിക്കണം എന്ന് പറഞ്ഞല്ലേ, അതാ സുന്നത്ത് എന്നാണ്. ആ സുന്നത്ത് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് അത് ഉയർത്തരുത്. വയദഹറു ഫീമ ലൗ വലഅൽ യുംന അല ഗൈരി റുക്ബത്തി, ഇനി മുട്ടിന്റെ മുകളിൽ വെക്കണം വലത്തെ കൈ എന്നാണ് പറഞ്ഞത് അല്ലെ. തൊടയുടെ മേലിൽ മുട്ടിനോട് അടുത്ത് വലത്തെ കൈ വെക്കണം എന്നാണ്. അങ്ങനെ ഒരുത്തം വെച്ചില്ല, ഒരുത്തം നിലത്താ വെച്ച, എന്നാലും ഉയർത്തണോ? അതാ അവനൊന്ന് ഗൈറു റുക്ബത്തില് എന്ത് ചെയ്താല് യുംനയെ വെച്ചാൽ അവിടെ ലാഹിറാണ്. എന്ത് ലാഹിറാണ്? യുഷീർ ബി സബ്ബാബത്തി ഹീനൈദിൻ ഇല്ലല്ലാ. ഹീനൈദിൻ എന്ന് പറഞ്ഞാൽ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ സബ്ബാബത്ത്, വലത്തേക്കൈന്റെ സബ്ബാബത്തിനെ കൊണ്ട് ഇഷാറത്താക്കണം. എന്താ കാരണം? ലിമാഹുവ വാലിഹുൻ, വാലിഹായൊരു കാരണം. എന്താ വാലിഹ്? അന്ന കുല്ലം മിനൽ വലഇ അലൽ ഫഖദി, ഈ വലത്തെ കൈയിനെ തൊടയുടെ മേലിൽ വെക്കുക എന്നുള്ളതും വർ റഫഇ ഉയർത്തുക എന്നുള്ളതും വഗൈരിഹിമ അത് രണ്ടും അല്ലാത്തത്. അത് രണ്ടും അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ 3 വിരൽ മടക്കി പിടിക്കുക എന്നുള്ളതും, എന്നപോലെ മുസബ്ബിഹ വിരൽ ഇർസാല് ചെയ്യുക എന്നുള്ളതും, ഇബ്ഹാമ് വിരൽ ഇന്നടുത്ത് വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? മിമ്മാ ദുക്കിറ, പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സുന്നത്തും മുസ്തഖില്ലത്തും, അതൊരു മുസ്തഖില്ലായ സുന്നത്താണ്. ഓരോന്നും വെവ്വേറെ സുന്നത്താ. അപ്പൊ ഒന്നെടുത്തില്ലെങ്കിൽ മറ്റേ എടുക്കുന്നതിന് ആ തടസ്സമില്ല. അപ്പൊ വളരെ റുക്കുബത്തിലാ വേണ്ടത്, അവിടെ വെച്ചില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റേ സുന്നത്തൊന്നും നഷ്ടപ്പെടുത്തണ്ട എന്നർത്ഥം. ഇനി വലാ യുഹർരിക്കുഹ ഇൻദ റഫഇഹ, ഇത് ഉയർത്തുമ്പോ എന്ത് ചെയ്യരുത്? അനക്കരുത്. ആ മുസബ്ബിഹ വിരലിനെ ഉയർത്തുമ്പോ അങ്ങനെ ഇളക്കി ഉയർത്തുക, അങ്ങനെയല്ല. നേരെ പതുക്കെ അങ്ങനെ ഉയർത്തുക, അത്രേ ഉള്ളൂ. ലില്ലിത്തിബായ്, അങ്ങനെയാണ്. വസഹ തഹ്രീക്കുഹ, എന്നാൽ അങ്ങനെ ചലിപ്പിച്ചു എന്നുള്ള എന്താണ് ആ ഹദീസ് സഹീഹായി വന്നിട്ടുണ്ട്. ഫറഅയ്തുഹു യുഹർരിക്കുഹ യദ്ഉ ബിഹാ എന്ന് പിന്നെ ഹദീസില് യുഹർരിക്കുഹ എന്നിങ്ങനെ എന്ത് യുഹർരിക്കുഹ എന്ന തഹരീക്ക്, ആ മുസബ്ബിഹ വരലിനെ തഹരീക്ക് ചെയ്തു, ചലിപ്പിച്ചു. എപ്പോ? ഇല്ലല്ലാ എന്ന് പറയുന്നിടത്ത് എന്ന് എന്താണ് സഹിയായി വന്നിട്ടുണ്ട്. അപ്പോ ഈ തഹരീക്കിന്റെ അർത്ഥം എന്താ? തഹരീക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞല്ലോ. ഈ ചില ആൾക്കാരൊക്കെ സൗദി പോയി വന്നു കഴിഞ്ഞാൽ പിന്നെന്താ ഇങ്ങനെ ചില ഇത് തുടങ്ങും. അത് ഒന്നിങ്ങനെ വിരലനക്കാൻ തുടങ്ങും, എന്ന പോലെ എഴുത്തിദാലിൽ കൈ കെട്ടാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെ സുന്നികൾ തന്നെ അവിടെ കണ്ടിട്ട് വന്നിട്ട് ഇങ്ങനെ ചിലത് തുടങ്ങി പിന്നെ അങ്ങ് അവസാനം എന്തായി പോവും, ആ വിധേയത്തിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ സൂക്കേട്. അപ്പൊ തഹരീക്ക് ചെയ്യരുത്. ഫയുഹ്മലു ലിൽ ജമ്മി, തഹരീക്ക് ചെയ്യരുത്. കാരണം ഈ തൗഹീദിലേക്കുള്ള ഇഷാറത്താണല്ലോ. അയാൾ തൗഹീദ് ഇളകാൻ പാടില്ലല്ലോ. ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇവന്റെ തൗഹീദിനെ ഇളക്കണ്ട് എന്ന് അതിന്റെ അർത്ഥം. ഈമാനും തൗഹീദും ഉറച്ചതാകണ്ടേ, അപ്പൊ ഇളക്കാതിരിക്കണം. ഫയുഹ്മലു ലിൽ ജംഇ ബൈനഹുമാ, അപ്പൊ എന്താണ് ഇത് രണ്ടിന്റെയും ഇടയിൽ പിന്നെ ജമ്മാകാൻ വേണ്ടിയിട്ട് തഹരീക്ക് എന്നും റഫഅ് എന്നും അല്ലേ ഉള്ളത്. ലില്ലിത്തിബായി നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ റഫഅ് എന്താണ് ഉണ്ട് എന്ന് വേറെ ഹദീസിലുണ്ട്, തഹരീക്ക് ഉണ്ട് എന്നുണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയിൽ ജമ്മാക്കാൻ വേണ്ടിയിട്ട് ആ തഹരീക്കിനെ ഹംല് ചെയ്യപ്പെടണം. അലാ അന്നൽ മുറാദ ബിഹിർ റഫഉ, ആ തഹരീക്ക് കൊണ്ട് ഉദ്ദേശം റഫആണ്. റഅയ്തുഹു യുഹർരിക്കുഹ എന്ന് പറഞ്ഞാല് ആ വിരലിനെ ചലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചലിക്കാണ്ട് ഉയരുവോ? ഇല്ല. അപ്പൊ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുന്നതിനെ കുറിച്ചാണ് ആ കണ്ട സഹാബി പറഞ്ഞത്. യുഹർരിക്കുഹ, അതിനെ ചലിപ്പിക്കുന്നത് കണ്ടു. ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ എന്താണ് ഇർസാല് ചെയ്ത് തൊടയിൽ തട്ടിച്ചു വെച്ചിട്ടാണല്ലോ മുട്ടിന്റെ അറ്റത്തോട് ചേർത്തിട്ട്.
അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയതിനെ കുറിച്ചാണ് ചലിപ്പിച്ചു എന്ന് പറഞ്ഞത്. ലാസിയമൻ പ്രത്യേകിച്ച് വഫി തഹ്രീക്ക് ഖൗലുൻ, പിന്നെ അപ്പൊ സഹ തഹ്രീഖു ഫയുഹ്മലു ലിൽ ജമ്മി ബൈനഹുമാ അലാ അന്നൽ മുറാദ ബിഹിർ റഫഉ, അങ്ങനെ ഹംലി ചെയ്യണം എന്ന് പറഞ്ഞ് ജമ്മിനെ അങ്ങനെ തന്നെ ഹംലി ചെയ്യണം. പ്രത്യേകിച്ച് എന്താണ് വഫി തഹ്രീഖ് ഖൗലുൻ ബി അന്നഹു ഹറാമും മുബ്തിലുൽ ലിസ്സലാത്തി, അണ്ടോ ആ മുസബ്ബിഹ വരലിനെ എങ്ങനെ ഇളക്കുക എന്നുള്ളത് ഹറാമാണ് എന്നല്ല, നിസ്കാരം തന്നെ ബാത്തിലാക്കുന്നതാണെന്നൊരു അഭിപ്രായമുണ്ട്. അപ്പൊ ഏതായാലും എന്താകണോ, ആ തഹ്രീക്കിന്റെ അർത്ഥം റഫഉ തന്നെ വെക്കണം. വമിൻ സമ്മ ഖുൽനാ ബികറാഹത്തിഹി, അങ്ങനെ ഹറാമും മുബ്തിലുമാണ് എന്ന അഭിപ്രായം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, ആ തഹ്രീക്ക് കറാഹത്താണ് എന്ന് പറയുന്നു എന്നാ. നമ്മളൊരിക്കല് അത് കറാഹത്താണ്. പിന്നെ വല്ലദ്ഹറു ലമ്മുൽ ഇബ്ഹാമി ഇലൈഹ, പിന്നെ അദ്ഹർ എന്താ, ഇബ്ഹാം വരലിനെ കൂട്ടി വെക്കണം മുസബ്ബിഹയിലേക്ക്. ഏതുപോലെ ആഖിദി സലാസത്തി വഖംസീന, 53 പിടിക്കുന്ന പോലെ മുസബ്ബിഹയിലേക്ക് ചേർക്കണം 53. അപ്പൊ മുസബ്ബിഹയിലേക്ക് ലമ്മ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ലമ്മിന്റെ ഒരു കൈഫിയത്താണ് 53 പിടിക്കുക എന്ന് പറഞ്ഞത്. ഇന്ത മുത്തഖദ്ദിമിൽ ഹുസാബി, ആ ഇൽമുൽ ഹിസാബിന്റെ ആൾക്കാരുണ്ടല്ലോ, അവരെ ഹുസാബ് എന്ന് പറഞ്ഞ ഗണിത ശാസ്ത്രജ്ഞന്മാർ, അവരുടെ മുത്തഖദ്ദിമീങ്ങളുടെ അടുക്കലുള്ള 53. അതിനങ്ങനെ പറഞ്ഞത് ഇത് 57 വേറെ ചിലവർ പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അല്ല 59 പിന്നെ അപ്പം 53 എന്ന് പറഞ്ഞത്. അതെങ്ങനെ 53 ആകുക, ബിയൻ യജാല റസൽ ഇബ്ഹാമി, തള്ളവരലിന്റെ അറ്റം വെക്കുക, എന്താ അസ്ഫലിഹ മുസബ്ബിഹ വരലിന്റെ ഏറ്റവും അടിയിൽ വെക്കുക. ഏറ്റവും അടിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ 3 വരയല്ലേ ഉണ്ടാകുക, ആ റാഹത്തിനോട് ചേർന്ന, ആ ഉള്ളം കൈയിനോട് ചേർന്നൊരു വര ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ വെക്കുക. അത് അല തൊറഫി റാഹത്തിഹ, റാഹത്ത് ഉള്ളംകൈയുടെ വശത്താണ് വെക്കേണ്ടത്, ഉള്ളംകൈയുടെ ഉള്ളിലേക്ക് മടക്കിയല്ല വെക്കേണ്ടത്, ഉള്ളംകൈയുടെ സൈഡിലാണ് വെക്കേണ്ടത്, വശത്ത്. ലില്ലിത്തിബായി റവാഹു മുസ്ലിമുൻ. വഖീല, അല്ല പറഞ്ഞിട്ടുണ്ട്, ബിയൻ യജഅലഹ മഖ്ബൂലത്തൻ തഹ്തൽ മുസബ്ബിഹത്തി, അത് അല തൊറഫി റാഹത്തിഹ എന്ന് പറഞ്ഞതിലൊരു ഖീലയാണ് പറയുന്നത്. ഈ ബിയൻ യജഅലഹ ആ ഇബ്ഹാമിനെ ആക്കണം, അതായത് 53 പിടിക്കുക എന്നുള്ളത് എങ്ങനെയെന്നുള്ളതാ. നേരത്തെ പറഞ്ഞത് ഇങ്ങനെ സൈഡിൽ വെക്കുക എന്നാണ് ഏറ്റവും അവസാനമായിട്ട്, മുസബ്ബിഹന്റെ അടിയിലായിട്ട്. ഈ പറയുന്ന ബിയൻ യജഅലഹ മുസബ്ബിഹ അല്ല, ഇബ്ഹാമിനെ വെക്കണം മഖ്ബൂലത്തൻ മടക്കിയതായ നിലയിൽ, തഹ്തൽ മുസബ്ബിഹത്തി മുസബ്ബിഹന്റെ അടിഭാഗത്തായി വെക്കണം. അപ്പൊ ഉള്ളംകൈയുടെ ഉള്ളിലായിട്ടാണ് വരിക, അടിഭാഗത്ത് വെക്കുക. അപ്പൊ ഇത് രണ്ടും എന്താണ്, 53 എങ്ങനെയെന്നുള്ള ഖിലാഫാണ്. അത് എന്താണ്, വലിയ വ്യത്യാസമല്ല. 53 എങ്ങനെയെന്ന് ചോദിച്ചാല് ഈ ചെറിയ വിരൽ മുതൽ 1, 2 ഇങ്ങനെ എണ്ണുക. ചെറിയ വിരൽ 1, അതിൻ്റെ ഇപ്പുറത്തുള്ളത് ബിൻസർ 2, ഉസ്ത 3, പിന്നെ സബ്ബാബത്ത് 4, ഇബ്ഹാം 5 അല്ലെ. അങ്ങനെ 5 മടങ്ങിയല്ലോ. ഇനി 6 എന്ന് പറഞ്ഞത് ഇബ്ഹാം നിവർത്തുമ്പോൾ 6, സാധാരണ നമ്മൾ 10 വരെ എണ്ണം പോലെ 6, പിന്നെ സബ്ബാബത്ത് നിവർത്തുമ്പോൾ 7, ഉസ്ത നിവർത്തുമ്പോൾ 8, ഇങ്ങനെ 9, 10. അപ്പൊ 10 വിരലും നിവർന്നു. അപ്പൊ ഇപ്പൊ 10ആയി. ഈ 10 ആവുമ്പോ ഈ ചെറിയ വിരലുണ്ടല്ലോ, ഈ ചെറിയ വിരൽ കൊണ്ട് പിന്നെന്താക്കും, ഈ ഇബ്ഹാമില് എന്താണ്, ഇബ്ഹാമില് 2 വരല്ലേ ഉള്ളത്, ആ നടുവിലുള്ള വരയിൽ ഒരു തൊടല് തൊടും. അതൊരു 10 അടയാളം വെക്കും പോലെ. അപ്പൊ ഒരു 10 അടയാളം വെച്ച് ഇനി എന്ത് ചെയ്യുക, ചെറിയ വിരൽ മുതൽ വീണ്ടും 10 വട്ടം എണ്ണുക. 1, 2, 3 ഇങ്ങനെ ചെറിയ വിരൽ മുതൽ മടക്കി തള്ളവിരൽ വരെ മടക്കി, പിന്നെ തള്ളവിരൽ ഉയർത്തി ചെറിയ വിരൽ വരെ നിവർത്തി. അപ്പൊ 20ആയി. അപ്പൊ ഈ 20 എന്താ, രണ്ടാമതൊരു അടയാളം വെക്കുക. എവിടെ അടയാളം വെക്കുക, ഈ ചെറിയ വിരൽ കൊണ്ട് ഈ പിന്നെ ഇബ്ഹാം വരലില്ലേ, തള്ളവിരല്, അതിന്റെ ഈ രണ്ടാമത്തെ വരയില്ലേ, രണ്ടാമത്തെ വര എന്ന് പറഞ്ഞാല് ആ ഉള്ളം കൈയിനോട് ചേർന്ന് വരുന്ന ആ വര, അവിടെ ഒരു അടയാളം വെക്കുക. ഇപ്പൊ 2, അപ്പൊ 20ആയി. ഇനി അതുപോലെ തന്നെ 30 കൂട്ടിയിട്ട്, അതായത് വീണ്ടും 5 വിരൽ മടക്കി നിവർത്തുമ്പോൾ 30 ആവും. എന്നിട്ട് മൂന്നാമത്തതിന് അടയാളം വെക്കുക എന്ന് പറഞ്ഞാല് 30-ന് അടയാളം വെക്കൽ ഏതുകൊണ്ടാ, ഈ തള്ളവിരലിന്റെ അറ്റം കൊണ്ട് സബ്ബാബത്ത് വിരലില് 3 വരയല്ലേ ഉള്ളത്, അതിലേറ്റവും മുകളിലത്തേൽ ഒരു അടയാളം വെക്കുക. അപ്പോൾ 30ആയി. പിന്നെയും എന്താണ് 10 മടക്കി നിവർത്തുക. എന്നിട്ട് സബ്ബാബത്ത് വിരലിന്റെ നടുവിൽ അടയാളം വെക്കുക. അങ്ങനെ ഒന്ന് തൊടുക, അതാണ് അടയാളം. അങ്ങനെയുള്ള എണ്ണലൊക്കെ. അപ്പൊ എന്തായി, 40ആയി. ഇനി 40ആയി കഴിഞ്ഞിട്ട് പിന്നെന്താണ്, വീണ്ടും 10 വട്ടം ഈ വിരല് മടക്കി നിവർത്തുക. അപ്പൊ 10ആയി. ഈ 10-ന് എന്താണ്, 50 അടയാളം പിടിക്കുക. 50. ഈ 50 എവിടെ പിടിക്കുക,
ഈ സബ്ബാബത്ത് വിരലിന്റെ ഏറ്റവും എന്താണ് താഴെയുള്ള, അതായത് റാഹത്തിനോട് ചേർന്നൊരു വരണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒരു അടയാളം വെച്ച് പിടിക്കുക. ഈ അടയാളം വെക്കുമ്പോൾ സൈഡിലാണോ പിടിക്കേണ്ടത്, അല്ല മുസബ്ബിഹന്റെ താഴെയായിട്ടാണോ പിടിക്കേണ്ടത് എന്നാണ് നേരത്തെ രണ്ട് ഖിലാഫ് പറഞ്ഞത്. അവിടെ ഷെർവാനി പറയുന്നുണ്ട് രണ്ടും വലിയ വ്യത്യാസമില്ല എന്ന്. അപ്പൊ താഴെ പിടിച്ചാലും സൈഡിൽ പിടിച്ചാലും സൈഡിലാണ് പിടിക്കേണ്ടത്. പിന്നെ അത് സൈഡിൽ വെച്ചു എന്ന് ഹദീസിലുള്ളത് കൊണ്ടാ തൊറഫ് എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ ഇപ്പൊ 50 ഇനി 50 കഴിഞ്ഞാലോ ഇനി 3 1 ചെറിയ വിരൽ മടക്കി 51, പിന്നെ അതിന്റെ ഇപ്പുറത്തെ ബിൻസർ മടക്കി 52, പിന്നെ ഉസ്തയും മടക്കി അപ്പൊ 53. അപ്പൊ 53 ആയല്ലോ. സബ്ബാബത്ത് മടക്കൂല, അത് നിവർത്തി തന്നെ പിടിച്ചു, അപ്പൊ 53. ഇതേ പറഞ്ഞ വക്കീല യുർസിലുൽ ഇബ്ഹാമായതൻ. അല്ല വേറൊരു അഭിപ്രായം എന്താണ്, ഇബ്ഹാമിനെ ലമ്മ് ചെയ്യണം എന്നല്ലേ, വല്ലഹർ ലമ്മുൽ ഇബ്ഹാമിന മത്തിൽ പറഞ്ഞു. അതിന്റെ പിന്നെ മുഖാബില പറയുന്നത് ഇബ്ഹാമിനെ എന്ത് ചെയ്യണം, ഇർസാൽ ചെയ്യണം. ഐലൻ ഏതുപോലെ, ആ മുസബ്ബിഹനെ ഇർസാൽ ചെയ്യും പോലെ, മഴ തൂലിൽ മുസബ്ബിഹത്തി, മുസബ്ബിഹ വിരലിന്റെ തൂലിലാണ്. അപ്പൊ മുസബ്ബിഹ വിരൽ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ നീട്ടിയിട്ട് അതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ നീട്ടി വെക്കണം ഏതിനെ, തള്ളവിരലിനെയും. ഒരഭിപ്രായം. ഇനി മൂന്നാമത്തെ ഒരഭിപ്രായം വക്കീല യദഉഹ അല ഇസ്ബഇഹിൽ ഉസ്താ. പിന്നെ ആ ഇബ്ഹാം വിരലിനെ വെക്കണം ഇവന്റെ പിന്നെ ഉസ്താ വിരലിന്റെ നടുവിലായി വെക്കണം. ഉസ്താ വിരലിന്റെ നടുവിൽ എന്ന് പറഞ്ഞാൽ കാക്കതി സലാസത്തിമ പിന്നെ 23 പിടിക്കും പോലെയാണ്. 23 എന്ന് പറഞ്ഞാല് അപ്പൊ ആ ഉസ്തന്റെ മേലിൽ വെക്കുമ്പോ എന്താവും, ആ ഉസ്താ വിരലിന്റെ അറ്റം, അതിന്റെ റേസ്, അതിന്റെ തൊറഫ ഇവിടെ വരും. ഈ ഇബ്ഹാം വിരലിന്റെ 2 വരയിൽ രണ്ടാമത്തേൽ വരും. അപ്പൊ 10 20 ആയല്ലോ. പിന്നെ 3 വിരൽ മടക്കുകയും ചെയ്തല്ലോ, അപ്പൊ 23 അങ്ങനെ ആയിരിക്കും അത്. ഈ തള്ളവിരലിന് ഇബ്ഹാമിന്റെ മുകളിലേക്ക് മടക്കുക എന്ന് പറയുമ്പോ, അല്ല ഉസ്തന്റെ മുകളിലേക്ക്, തള്ളവിരലിന് ഉസ്തന്റെ മുകളിലേക്ക് മടക്കുക എന്ന് പറയുമ്പോ ആ ഉസ്താവിരലിന്റെ അറ്റം എവിടെ വരും, ഈ പറഞ്ഞ ഈ തള്ളവിരലിൽ 2 വരയുള്ളത്, മുകളിലത്തെ നടുവിലുള്ള വര എന്ന് പറഞ്ഞത് 10, മറ്റേത് 20. അപ്പൊ അവിടെ ഇങ്ങനെ 20 വരും. പിന്നെ ചെറിയ വിരല് അതിന്റെ ഇപ്പുറത്തുള്ള ബിൻസർ, അതിന്റെ ഇപ്പുറത്തുള്ള ബുസ്ത 3 മടക്കി, അപ്പൊ 23. വൽ ഖിലാഫു ബിൽ അഫ്ളലി. അപ്പോ 53 23 അല്ല ഇർസാലാണോന്ന് ആ ഖിലാഫ്. ഈ ഖിലാഫും അഫ്ളലിലാണ്. വറുജ്ജിഹത്തിൽ ഊല, ഒന്നാമത്തെ തെർജീഹാക്കപ്പെട്ടു. വറജ്ജഹത്തു എന്നിവിടെ അർക്കത്തിട്ടുണ്ട് ഷേഖൻ പറയാം, തെറ്റാ. ഒന്നാമത്തത് എന്താണ്, ആ കൈഫിയത്തുന്നൂലാന്ന്, അത് തെർജീഹാക്കപ്പെട്ടു. നളീരി മാമറ, മുമ്പ് പറഞ്ഞില്ലേ അത് അസഹായ റിവായത്താണ്, അതിന്റെ റുവാത്ത് അഫ്ഖഹാണ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്തി അല്ലല് ഫർള് എന്നാണ് പറയുന്നത്.